ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീട് തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിൽ തന്നെയാണ്. അതായത് ആ മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് വെറും 3.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കായിട്ടുള്ളത്. 4.5 സെൻറ്റ് സ്ഥലത്ത് 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടി വടക്കോട്ട് ദർശനമായിട്ടാണ് ഈ പുതിയ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വർക്കുകളെല്ലാം നല്ല ഫുള്ളായിട്ട് ഫിനിഷിങ് ചെയ്ത് തരുന്നതായിരിക്കും എല്ലാവർക്കും കഴിച്ച്. അതുപോലെ ഈ ഒരു ഭാഗം കണ്ട നമുക്ക് ഇപ്പോൾ മെയിൻ ടാറിനോട് നമുക്ക് കാണാവുന്ന ദൂരത്ത് അത്ര അടുത്താണ്. അതുപോലെ ധാരാളം വീടുകളിൽ വർക്ക് നടക്കുന്നതും ഓൾറെഡി ആളുകൾ താമസിക്കുന്നതുമായ ഒരു ഏരിയ തന്നെയാണ്. അതൊരു വില്ല പോലത്തെ ഒരു ഏരിയ. അതായത് ഗേറ്റഡ് കോളനി അല്ല, ഒക്കെ സെപ്പറേറ്റ് വില്ല മാതിരി എല്ലാം പുതിയ വീടുകൾ. അതുപോലെ ഈ ഒരു സൈഡിലോട്ടാണ് ധാരാളം വീടുകൾ ഇപ്പുറത്തെ സൈഡിലേക്കുണ്ട്. വീണ്ടും മുൻവശത്ത് കണ്ട നല്ല നീളം കൂടിയ ഒരു സ്ലൈഡിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ കാണുന്ന ഭാഗത്തൊക്കെ വലിയൊരു വാഹനം നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഈ കട്ടകളൊക്കെ നീ പോളിഷ് ചെയ്യും, ആഷ് കളറും വൈറ്റ് കളറൊക്കെ ആയിട്ട്, ഡബിൾ കളറായിട്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസും വെക്കിട്ടോ ഫ്രണ്ടിൽ. ഇത് ഓപ്പൺ കളറാണ്, വലിയ റിങ് തന്നെയാണ്. അത് പക്ഷേ ഒന്ന് ചെറുതാക്കി എന്നുള്ളൂ മുകൾ വശേ. ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ. അതുപോലെ എത്ര വലിയ പ്രളയം വന്നാലും വെള്ളം കയറാത്ത ഒരു ഏരിയ തന്നെയാണിത്. വടക്കോട്ട് ദർശനമായിട്ട് വാസ്തു വിധിപ്രകാരമാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ എന്താ പ്രത്യേകിച്ച് ധാരാളം ടെക്സ്ചർ വർക്കുകൾ ഇനി വരാണ്ട് ഫ്രണ്ടിൽ. അതുപോലെ നല്ല കളർ പെയിൻറ്റിങ് വരാണ്ട് ഒക്കെ ഫിനിഷ് ചെയ്തിട്ടാണ് നമുക്ക് താക്കോല് തരിക. എല്ലാ വർക്കും ഫിനിഷ് ചെയ്തിട്ട് തരും കേട്ടോ. വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് കാണിക്കുന്നത്. കണ്ടോ, ഒരു മാർബിൾ ഡിസൈനിലുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ മുകൾ വശത്തൊക്കെ ധാരാളം ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ കളർ പെയിൻറ്റ് ചെയ്ത് ഫാൻ, ഇതിൻ്റെ പ്രത്യേകത എല്ലാ ബെഡ്റൂമുകളിലും ഹാളിലൊക്കെ ഫാൻ, BLDCയുടെ ഫാൻ വരെ ഫിറ്റ് ചെയ്ത് തരും കേട്ടോ. വർക്കൊക്കെ മൾട്ടിവുഡുള്ള വർക്കുകളെല്ലാം ഒരുവിധം 80% വർക്ക് ഓൾറെഡി ഇവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. അതുപോലെ ഈ ബെഡ്റൂമുകളിലൊക്കെ ഹോൾ സീലിംഗ് വർക്ക് ഉണ്ട്. അതുപോലെ ഫാനും വരും. അതുപോലെ 3 ബെഡ്റൂമാണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂം, മുകളിലത്തെ നിലയിൽ 1 ബെഡ്റൂം. അങ്ങനെ 3 ബെഡ്റൂമാണ് ഇവിടെ ഈ പുതിയ വീട്ടിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ കബോർഡിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. 3 പാളി ഡ്രസ് യൂണിറ്റോട് കൂടിയിട്ടുള്ള കബോർഡ് വർക്കാണ് ഓൾറെഡി ഇവിടെ ചെയ്യുക. അതുപോലെ ധാരാളം LED വർക്കുകളും അതുപോലെ ഹാങ്ങിങ് ബൾബുകളും ഉണ്ട്. ഒരു ആർച്ചോടുകൂടി നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് കിടക്കുന്ന വലിയൊരു ഡൈനിങ് ഹാൾ തന്നെയാണ് കൊടുത്തത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കണ്ട കോട്ടിയാട് മാതിരി ഇരിക്കാനുള്ള സ്പേസ് അടക്കം വരും കേട്ടോ അവിടെ. അപ്പോൾ ഇതിലൊക്കെ ധാരാളം കളർ പെയിൻറ്റിങ്ങും ഫാനും ഓൾറെഡി ഇവിടെ BLDCയുടെ വരും. ഈ ഒരു ഭാഗത്താണ് നമുക്ക് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. അതിൽ മിററും കാര്യങ്ങളും അതുപോലെ കബോർഡും. ഇനി കബോർഡിൻ്റെ വർക്കുകൾ മാത്രമാണ് ഇതിൽ ഓൾറെഡി ബാക്കിയായിട്ടുള്ളത്. അതുപോലെ ഇതിലും ഫാൻ BLD എല്ലായിടത്തും റിമോട്ട് കൺട്രോൾ ഫാനാണ് സെറ്റ് ചെയ്യുക. അതുപോലെ 3 ബെഡ്റൂമിലും ഡ്രസ് യൂണിറ്റോട് കൂടിയുള്ള അലമാരികളും ചെയ്യും. പിന്നെ അതുപോലെ എല്ലാ ബാത്റൂമുകളിലും വാഷബിളോട് കൂടിയിട്ടുള്ളതാണ് കൊടുക്കുക. കണ്ടോ, ഡൈനിങ് ഹാളിൽ ഒരു ഓപ്പൺ കിച്ചനാണ്. അതും മൾട്ടിവുഡ് കണ്ട. എല്ലാ വർക്കും ഓൾറെഡി ഇനി ഹാങ്ങിങ് ബൾബൊക്കെ ഇടേണ്ട ഒരു പ്രത്യേകതയുള്ളൂ. അതുപോലെ അപ്പോക്സി വർക്കും. എല്ലാ വർക്കും കഴിയാൻ വരെ കാത്തു നിൽക്കാൻ വീടുണ്ടാവില്ല. അതുങ്ങൾക്ക് മുന്നേ നമുക്ക് ഈ ഭാഗത്ത് ഈ ഏരിയയിൽ ഇഷ്ടമാണെന്ന് വെച്ചാൽ നമുക്കത് ബ്ലോക്ക് ചെയ്തിടാവുന്നുള്ളൂ. റേറ്റ് ചോദിക്കുന്നത് 3 ബെഡ്റൂമുള്ള 1550 സ്ക്വയർ ഫീറ്റ് 62 ലക്ഷം രൂപയാണ് കേട്ടോ. എല്ലാ വർക്കും കഴിച്ചിട്ട്. അതായത് ഫാന്, ചിമ്മിനി, ഹോബ് എല്ലാ വർക്കും ഫിനിഷ് ചെയ്തിട്ട് താക്കോല് നമുക്ക് കൈമാറുക കേട്ടോ. വർക്ക് ഏരിയ ഉണ്ട്, സെക്കൻഡ് കിച്ചൺ ഉണ്ട്. നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന ഭാഗത്ത് ബേബി മാറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട്. ധാരാളം വീടുകളുണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡിലൊക്കെ. മുകളിലത്തെ നിലയിൽ 1 ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. 4.5 സെൻറ്റ് സ്ഥലത്ത് 1550 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമുള്ള വീടിന് 62 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും കഴിച്ചിട്ടാണ് നമുക്ക് താക്കോല് കൈമാറുക. റേറ്റ് നല്ല രീതിയിൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ. കാരണം എല്ലാവർക്കും കഴിയുമ്പോൾ ഈ വീട് ഒരു പ്രത്യേക മോഡലും നല്ലൊരു അടിപൊളി ലുക്കിലാണ് വരിക. കണ്ട, മുകൾ വശത്ത് ഒരു TV യൂണിറ്റ് വേറെയും കൊടുത്തിട്ടുണ്ട്. ഈ ഹാളിൽ മൾട്ടിവുഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിലൊക്കെ നല്ല കളർ പെയിൻറ്റിങ്ങും ഫാനുകളും ഓൾറെഡി എല്ലായിടത്തും BLDCയിൽ ഇടും. ഇത് 3ാമത്തെ ബെഡ്റൂമാണ്, വലിയൊരു ബെഡ്റൂമാണ്. അതുപോലെ ഡ്രസ് യൂണിറ്റ് അടക്കം ഉണ്ടാവും. ഈ ഒരു സൈഡിലെ ഡ്രസ് യൂണിറ്റ് വരും. അതിൻ്റെ 3 പാളി ഡോറ്, കബോർഡ്, അതായത് വുഡ് ആൻഡ് വൈറ്റ് ഡിസൈനിലേക്ക് വരിക. എല്ലാവർക്കും കഴിഞ്ഞ് വരുമ്പോഴാണ് എൻ്റെ ഒരു തിളക്കം വരിക. പക്ഷെ അതിൽ വരെ നിൽക്കാൻ ഉള്ള ഒരു ഇതുണ്ടാവില്ല. നമുക്ക് വേറെ താല്പര്യം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഈ വീടിന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് ചോദിക്കാവുന്നേ. ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്ക് ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ് കേട്ടോ. മുകൾ വശത്തെ ബാൽക്കണിയാണിത്. ഈ കാണുന്ന ഭാഗത്തൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്ലാസ് വെച്ച് തരും കേട്ടോ. മുകളിൽ നിന്ന് ഈ കാണുന്ന ഭാഗത്ത് താഴെ. അതുപോലെ എല്ലാ വർക്കും കഴിച്ചിട്ടാണ് ഉടമ ഈ വീട് നമുക്ക് കൈമാറുക.
മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് 3.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്ക് ആയിട്ടുള്ളത്. ബസ് റൂട്ടിൽ നിന്ന് ഒരു 200 മീറ്റർ കേട്ടോ, അത്ര അടുത്താണ്. അതുപോലെ ആരാധനാലയങ്ങൾ, ചർച്ച്, അതേപോലെ മസ്ജിദ് എല്ലാം ഒരു 600-700 മീറ്റർ ചുറ്റളവിൽ ഇവിടെ ഉണ്ട് കേട്ടോ. മുകൾ വശത്തേക്ക് കയറാനുള്ള ഏറ്റവും ടോപ്പിൽ കയറാനുള്ള സ്റ്റെയറാണ് ഒരു സൈഡിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും വെച്ചാൽ ഇനി പ്രത്യേകിച്ച് നമുക്ക് വേറെ എന്തെങ്കിലും ഇവിടെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഉടമയോട് പറഞ്ഞിട്ട് അത് നമുക്കിതിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. വേറെ എന്തെങ്കിലും നമ്മുടെ ഐഡിയയിലേ എന്തെങ്കിലും നമുക്കിതിൽ കൂടുതലായിട്ട് പോരായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഇപ്പോൾ ചെയ്യിക്കാവുന്നേ ഉള്ളൂ. എല്ലാവർക്കും കഴിച്ചിട്ട് ഈ വീട് നമുക്ക് കൈമാറും. 62 ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ്. അടുത്തൊരു പുതിയ വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.